നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ പുതിയ മന്ത്രിസഭ ഒന്ന് പരിചയപ്പെടുകയാണ്. അപ്പം ഈ മന്ത്രിസഭയിൽ ആകെ മൊത്തം 21 മന്ത്രിമാരാണ് ഉള്ളത്, 2 വനിതാ മന്ത്രിമാർ ഉൾപ്പെടെ. അപ്പൊ ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതിനെ പ്രതിനിധീകരിച്ചു വന്നവരാണ് 11 മന്ത്രിമാരും മുഖ്യമന്ത്രിയും. അപ്പൊ 12 പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാണ്. അതുപോലെ മറ്റ് ഘടകകക്ഷികൾ ഏതൊക്കെയാണ്? IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്നാണ് 5 മന്ത്രിമാർ ക്യാബിനറ്റിലേക്ക് വന്നിട്ടുള്ളത്. കേരള കോൺഗ്രസിൽ നിന്ന് 2 മന്ത്രിമാരും RSPയിൽ നിന്ന് 2 മന്ത്രിമാരും, അങ്ങനെ ആകെ മൊത്തം 21 മന്ത്രിമാർ. ഇനി ഈ ഒരു മന്ത്രിസഭയുടെ പ്രത്യേകത, അവർ പുതുതായിട്ട് കൊണ്ടുവന്നത് 2 വകുപ്പുകളാണ്. ഒന്ന്, പ്രത്യേകമായിട്ടൊരു AI വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം വരുന്നത് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കാണ്. അതുപോലെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു വകുപ്പാണ് സീനിയർ സിറ്റിസൺസ് ഡിപ്പാർട്ട്മെന്റ്, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമ വകുപ്പ്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ മുഖ്യമന്ത്രി തന്നെയാണ് ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ്, ഹോം അഫയേഴ്സ് കൈകാര്യം ചെയ്യാറുള്ളത്. അതിൽ നിന്ന് വിപരീതമായിട്ട് ഇത്തവണ സീനിയർ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പുകളും ഒക്കെ കൈകാര്യം ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ മന്ത്രിമാരും അവരുടെ പോർട്ട്ഫോളിയോസും കോൺസ്റ്റിറ്റ്യുവൻസീസും ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ VD സതീശൻ, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അതുകൂടാതെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ധനകാര്യം, പൊതുഭരണം, നിയമം, ആസൂത്രണം, തുറമുഖം, വിവര പൊതുസമ്പർക്കം, ശാസ്ത്ര സാങ്കേതിക വിദ്യ. അതുപോലെ തന്നെ അദ്ദേഹം ജയിച്ചു വന്ന മണ്ഡലം ഏതാണ്? പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നിട്ടുള്ളത്. അടുത്തത് രമേശ് ചെന്നിത്തല, അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചു വന്നിട്ടുള്ളത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണ്? ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ, കയർ. ഈ വകുപ്പുകളൊക്കെയാണ് രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത്. സണ്ണി ജോസഫ്, പേരാവൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യങ്ങൾ തുടങ്ങിയ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. K മുരളീധരൻ, വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, ഭക്ഷ്യസുരക്ഷ, ദേവസ്വം, ഈ മേഖലകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. AP അനിൽകുമാർ, വണ്ടൂർ മണ്ഡലമാണ്. റവന്യൂ, ഭവന നിർമ്മാണം വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. R ബിന്ദുകൃഷ്ണ, കൊല്ലം മണ്ഡലത്തിൽ നിന്നാണ്. തൊഴിൽ, വനിതാ ശിശുക്ഷേമമാണ് ബിന്ദു അവർകൾ കൈകാര്യം ചെയ്യുന്നത്. റോജി M ജോൺ, അങ്കമാലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് ജയിച്ചു വന്നിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. PC വിഷ്ണുനാഥ്, കുണ്ടറ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നിട്ടുള്ളത്. ടൂറിസം, സാംസ്കാരികം, ചലച്ചിത്ര അക്കാദമി, അതാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. M ലിജു, കായംകുളം മണ്ഡലമാണ്. സഹകരണം, എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. T സിദ്ദിഖ്, കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നിട്ടുള്ളത്. കൃഷി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. K തുളസി, കോങ്ങാട് മണ്ഡലം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, പിന്നാക്ക വിഭാഗ ക്ഷേമം. OJ ജനീഷ്, കൊടുങ്ങല്ലൂരാണ് മണ്ഡലം വരുന്നത്. കായികം, യുവജനക്ഷേമം, പുരാവസ്തു വകുപ്പ് തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, മലപ്പുറം മണ്ഡലമാണ്. വ്യവസായം, വാണിജ്യം, IT വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. N ഷംസുദ്ദീൻ, മണ്ണാർക്കാടാണ്. പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ മിഷൻ തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിൻ്റെത്. KM ഷാജി, വേങ്ങര മണ്ഡലം. തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം എന്നിവയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. PK ബഷീർ, ഏറനാട് മണ്ഡലം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് PK ബഷീർ. VE അബ്ദുൽ ഗഫൂർ, കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പ്, അതുപോലെ തന്നെ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. മോൻസ് ജോസഫ്, കടുത്തുരുത്തി മണ്ഡലമാണ്. ജലവിഭവം, ജലസേചന വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഷിബു BB ജോൺ, ചവറ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നിട്ടുള്ളത്. വനം, വന്യജീവി സംരക്ഷണമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഇനി അനൂപ് ജേക്കബ്, പിറവം മണ്ഡലമാണ്. ഭക്ഷ്യം, സിവിൽ സപ്ലൈസ് വകുപ്പ്, അതുപോലെ തന്നെ ഉപഭോക്തൃ കാര്യം, ഈ 3 വകുപ്പുകളാണ് അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്നത്. CP ജോൺ, തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. ഗതാഗതം, മോട്ടോർ വാഹനം വകുപ്പ് എന്നിവയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് ഇപ്പൊ പുതിയ നിയമസഭയിലെ സ്പീക്കറായിട്ട് വരുന്നത്. കോട്ടയം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ അരൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള ഷാനിമോൾ ഉസ്മാനാണ് കേട്ടോ. ഇനി
ഇവിടുത്തെ ഈ ഒരു മന്ത്രിസഭയിലെ ഗവൺമെന്റ് ചീഫ് വിപ്പ് ആരാണ്? അപ്പു ജോൺ ജോസഫ് ആണ്. തൊടുപുഴ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ അപ്പു ജോൺ ജോസഫ് ആണ് പുതിയ ഗവൺമെന്റ് ചീഫ് വിപ്പ് കേട്ടോ. ഇനി ഒപ്പോസിഷൻ ലീഡർ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ സാറാണ്. അദ്ദേഹം ധർമ്മടം, കണ്ണൂര് ധർമ്മടം മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നിട്ടുള്ളത്.